ശ്രീ ജയേന്ദ്രൻ, ഇന്നിപ്പോൾ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഒരുപിടി വാർത്തകളുണ്ട്. കൊല്ലത്തു നിന്ന് മാത്രമല്ല, മറ്റ് പല ജില്ലകളിൽ നിന്നും വാർത്ത വരുന്നു. ആലപ്പുഴയിൽ നിന്ന് വാർത്ത വരുന്നു. ആലപ്പുഴയിൽ ജി സുധാകരനെ സമ്മേളനത്തിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന് വീടിനടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നടക്കമുള്ള വാർത്ത വരുന്നു. അപ്പോൾ എന്താണ് ഈ സമ്മേളന കാലയളവിൽ CPM-ന് സംഭവിക്കുന്നത്? സ്മൃതി, ഈ പറയുന്ന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് വൈകുന്നേരം കൂടി, സന്ധ്യയ്ക്കും കൂടി CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മുറിയിൽ പോയ മനുഷ്യനാണ് ജി സുധാകരൻ. ആ ജി സുധാകരനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ ചർച്ചയിലിരുന്നുകൊണ്ട് BJP-യിൽ ചേർന്ന മുൻ CPM നേതാവ് എന്തൊക്കെയോ പറയുന്നത്. ആരാണ് ജി സുധാകരൻ? കേരളത്തിലെ ജനങ്ങൾക്കറിയാം. വ്യക്തിപരമായി എനിക്ക് ഏറെ അടുപ്പവും ബഹുമാനവും ഉള്ള, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരിക്ക്, അന്ന് കോടിയേരി ആയിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി, അങ്ങോട്ട് എഴുതി കൊടുത്താണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ്. ആ ഒരു മാന്യത ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ പറച്ചിലുമായിട്ട് എവിടെ നിൽക്കുന്നു? അജഗജാന്തരം എന്നൊക്കെ പറയുന്ന ഇതിനാണല്ലോ. അത് എന്തിനാണ് സുധാകരൻ ഇതിനകത്ത് പഠിച്ചിരിക്കുന്നത്? അദ്ദേഹം പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടത്രേ. എന്ത് വിയോജിപ്പ്? ആരോടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിയോജിപ്പുണ്ടെന്ന്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനം, ശരിയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ശ്രീ ജി സുധാകരൻ എന്തെങ്കിലും അനിഷ്ടം എങ്കിലും, അഭിപ്രായ വ്യത്യാസം പോട്ടെ, അനിഷ്ടമെങ്കിലും ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. അദ്ദേഹം അനിഷ്ടം പറയുന്നു, അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. അദ്ദേഹം പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യത. പക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് ആ മാന്യത, അദ്ദേഹത്തെ മാറ്റി നിർത്തണം മാന്യത എന്ന് കുറച്ചുകൂടെ തെളിച്ചങ്ങ് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ഇന്നത്തെ കൊണ്ട് സമാപിക്കുകയാണ്. അപ്പോൾ അവിടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ശരിയാണ്, ക്ഷണിച്ചില്ല. ക്ഷണിക്കണമെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് ആവശ്യപ്പെടേണ്ടത് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയാണ്, ജില്ലാ കമ്മിറ്റിയോട് പറയേണ്ടത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നേ എനിക്കറിയൂ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ വിഭാഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ശ്രീ ജയേന്ദ്രൻ, 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിൽ MLA ആയിരുന്ന വ്യക്തിയാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന് വീടിനടുത്താണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിൽ നിന്നും ഒക്കെ പൂർണ്ണമായി അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അദ്ദേഹം CPM-ന്റെ ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ, അതായത് ജില്ലാ കമ്മിറ്റിയിലെ ബ്രാഞ്ചിൽ ആണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോ? കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് എന്നെ DC ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തിയാൽ മതി. അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം, ആ ബ്രാഞ്ചിലുള്ള ആൾക്കാരെല്ലാം അഭിഭാഷകരാണ്. അങ്ങനെ ബ്രാഞ്ചിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിൽ അദ്ദേഹം ആ മെമ്പർഷിപ്പിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. മറ്റ് പൊതുപരിപാടികൾ പോകുന്നുണ്ട്. പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമയവും സൗകര്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയൊരു ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്നല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്, ഈ പ്രായപരിധി എന്നുള്ളത് പാർട്ടി സമ്മേളനത്തിൽ ഒരു പാർട്ടി തീരുമാനമൊന്നുമല്ല, ഭരണഘടനയുടെ തീരുമാനമല്ല, പാർട്ടി ഭരണഘടനയുടെ പരിപാടിയിലില്ല. പക്ഷേ സമ്മേളനങ്ങൾ കാലാകാലങ്ങൾ തീരുമാനിക്കാം. അതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. അത് പാർട്ടി സമ്മേളനമാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിക്കേണ്ട കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിൽ പരിഗണിക്കേണ്ടത്. പാർട്ടി പരിഗണിക്കേണ്ട വിഷയമാണ്. സംസ്ഥാന സമ്മേളനത്തെ പരിഗണിക്കുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ജി സുധാകരന് CPM-ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പോയിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അനിഷ്ടമെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ വിയോജിപ്പുകൾ പലതും അദ്ദേഹത്തിനുണ്ട്, ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണല്ലോ, ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുമല്ലോ. അത് പക്ഷെ അദ്ദേഹം ഒരിക്കലും പരസ്യമായി പറയാൻ വരാറില്ല. അതിന്റെ ആവശ്യവുമില്ല അദ്ദേഹത്തിന്. അങ്ങനെ വ്യക്തിത്വമല്ല ജി സുധാകരൻ. കേരളം മുഴുവനും, ഒരുപക്ഷെ ഇന്ത്യയിൽ പല മേഖലകളിലും അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഇപ്പോഴും ജി സുധാകരൻ. അത് ഈ ബിപിൻ സി ബാബുവിന്റെ വ്യക്തിത്വവുമായിട്ട് അനധിവിദൂരമായ താരതമ്യം പോലും അങ്ങനെ ഒരു താരതമ്യം എന്റെ ചോദ്യത്തിലുമില്ല. അങ്ങനെ ഒരു താരതമ്യം എന്റെ ചോദ്യത്തിലുമില്ല. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇല്ല, താങ്കളുടെ ചോദ്യത്തിലില്ല, നിശ്ചയമായും ഇല്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ശരി.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.